2008 to 2019 വരെ GCC UAE വിവിധ എമിറേറ്റ്സുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ ആ പ്രോജക്ട്സുകളായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്പിലെയും അതുപോലെ അതർ GCC കൺട്രീസിലെയൊക്കെ പ്രോജക്ട്സുകൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ വർക്ക് ചെയ്തത് മെയിനായിട്ട് ഡിസൈനിങ് ഫീൽഡിലും ക്രാഫ്റ്റിംഗ് ഫീൽഡിലായിരുന്നു. ഹൈ എൻഡ് പ്രോജക്ട്സുകളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് 250 വില്ല കമ്മ്യൂണിറ്റി പ്രോജക്ട്സുകൾ മെയ്താൻ ഗവൺമെന്റുമായിട്ട് സഹകരിച്ച് ചെയ്തൊരു പ്രോജക്റ്റ് ആയിരുന്നു. അതുപോലെ നമ്മുടെ ടെലികോം കമ്പനി, നമ്മുടെ കേരളത്തിലെ BSNL ഒക്കെ പോലുള്ള ടെലികോം കമ്പനിയായിട്ട് എത്തിസലാത്തിൽ ഞാൻ വർക്ക് ചെയ്തു. എത്തിസലാത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ ജോബ് ക്വിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞാനിപ്പോൾ കേരളത്തിൽ ടെലിഫോൺ ഫേമായിട്ട് വർക്ക് ചെയ്യുന്നു. അവരുടെ കൂടെ TPGയുടെ കൂടെ വർക്ക് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് രാകേഷ് ആണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ തന്നെ 12+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ് രാകേഷിനുള്ളത്. ഹലോ രാകേഷ്, വെൽക്കം ടു ദ ഷോ. ആദ്യം തന്നെ നമ്മുടെ GCC കൺട്രീസിൽ ഗവൺമെന്റ് കമ്പനീസിലാണ് രാകേഷ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു എക്സ്പീരിയൻസും ആ ഒരു കരിയർ ജേർണിയും നമുക്കൊന്ന് ബ്രീഫ് ചെയ്ത് തരാൻ പറ്റും? രാകേഷ്, ഞാൻ 2007 എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞു. 2008 to 2019 വരെ GCC UAE വിവിധ എമിറേറ്റ്സുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ ആ പ്രോജക്ട്സുകളായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്പിലെയും അതുപോലെ അതർ GCC കൺട്രീസിലെയൊക്കെ പ്രോജക്ട്സുകൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ വർക്ക് ചെയ്തത് മെയിനായിട്ട് ഡിസൈനിങ് ഫീൽഡിലും ക്രാഫ്റ്റിംഗ് ഫീൽഡിലായിരുന്നു. ഹൈ എൻഡ് പ്രോജക്ട്സുകളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് 250 വില്ല കമ്മ്യൂണിറ്റി പ്രോജക്ട്സുകൾ മെയ്താൻ ഗവൺമെന്റുമായിട്ട് സഹകരിച്ച് ചെയ്തൊരു പ്രോജക്റ്റ് ആയിരുന്നു. അതുപോലെ നമ്മുടെ ടെലികോം കമ്പനി, നമ്മുടെ കേരളത്തിലെ BSNL ഒക്കെ പോലുള്ള ടെലികോം കമ്പനിയായിട്ട് എത്തിസലാത്തിൽ ഞാൻ വർക്ക് ചെയ്തു. എത്തിസലാത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ ജോബ് ക്വിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞാനിപ്പോൾ കേരളത്തിൽ ടെലിഫോൺ ഫേമായിട്ട് വർക്ക് ചെയ്യുന്നു. അവരുടെ കൂടെ TPGയുടെ കൂടെ വർക്ക് ചെയ്യുന്നു. എൻ്റെ ഒരു കരിയർ ജേർണിയെ കുറിച്ച് പറയാൻ പറ്റും. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സൈഡിലായിരുന്നു, ഫീൽഡിലായിരുന്നു ടോട്ടലി വർക്ക് ചെയ്തത്. പ്യുവർ ഇലക്ട്രിക്കൽ സൈഡിലായിരുന്നു, ഡിസൈൻ ആൻഡ് ക്രാഫ്റ്റിംഗ് സൈഡിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തത്. ഓക്കെ, നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ലൈനിൽ നിന്ന് ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് ഹൗസസിലേക്കും ഡിഫറെന്റ് ബിൽഡിംഗ്സിലേക്കും എത്തുന്നത്? ജനറേറ്റ് ചെയ്തതിന് ശേഷം ഇലക്ട്രിസിറ്റി ജനറേറ്റിംഗ് സ്റ്റേഷനിൽ ജനറേറ്റ് ചെയ്തതിന് ശേഷം അതിനെ ഓവർഹെഡ് ലൈനിലൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മുടെ സെക്കൻഡറി ട്രാൻസ്ഫോമറിൽ വരെ എത്തിച്ചിട്ട് റിക്വയർമെന്റ്സിനനുസരിച്ച് 3 ഫേസ് കണക്ഷൻ ആണെങ്കിലും സിംഗിൾ ഫേസ് കണക്ഷൻ എല്ലാം മോഡിൽ നമ്മുടെ ബിൽഡിങ്സിലേക്കും അതുപോലെ നമ്മുടെ റെസിഡൻഷ്യലിലേക്കും സർവീസ് സപ്ലൈ ചെയ്യാണ് ചെയ്യാറ്. ഇപ്പൊ നോർമൽ കേസിലൊക്കെ ഇപ്പോൾ കൂടുതൽ അണ്ടർഗ്രൗണ്ട് കേബിൾസുകൾ കൊടുക്കുന്നുണ്ട്. കേബിളിങ്ങിലൂടെ നമ്മുടെ മീറ്റർ ബോർഡിലേക്ക് എത്തിക്കുന്നുണ്ട്. ഓവർഹെഡ് സിസ്റ്റം തന്നെയാണ് നമ്മുടെ കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രോജക്ട്സുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ GCC അതുപോലെ യൂറോപ്യൻ കൺട്രീസിലെല്ലാം അണ്ടർഗ്രൗണ്ട് സർവീസാണ് പ്രൊമോട്ട് ചെയ്യുന്നതും അണ്ടർഗ്രൗണ്ട് സർവീസിലൂടെയാണ് സപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിൽ തന്നെ നമ്മുടെ ട്രാൻസ്ഫോമേഴ്സിന്റെ റോൾ എന്താണ്? ട്രാൻസ്ഫോമർ ഒരു സ്റ്റെപ്പ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ എക്യുപ്മെന്റ് ആണ്. അതായത് വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാനോ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനോ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എലമെന്റ് ആണ് ട്രാൻസ്ഫോമർ. അത് നമ്മുടെ പ്രൈമറി ട്രാൻസ്ഫോമറും സെക്കൻഡറി ട്രാൻസ്ഫോമർ അല്ലാണ്ട് പ്രൈമറി സൈഡ് ഉണ്ട്, സെക്കൻഡറി സൈഡ് ഉണ്ട്. ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ സൈഡില് ട്രാൻസ്ഫോമർ നമ്മുടെ ട്രാൻസ്ഫോമറിനെ, അതായത് നമ്മുടെ വോൾട്ടേജിന് 450 വോൾട്ട് ആക്കി 3 ഫേസ് ഓഫ് സിംഗിൾ ഫേസ് കണക്ഷൻ ആക്കിയിട്ട് എൻഡ് യൂസറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ടിപ്പിക്കൽ ആയിട്ടുള്ള വോൾട്ടേജ് റേഞ്ച് എന്താണ്? നമ്മുടെ വീട്ടിന്റെ ഉള്ളിലുള്ള അപ്ലയൻസസിലേക്ക് എത്തുന്ന വോൾട്ടേജ് റേഞ്ച് എന്താണ്? 3 ഫേസ് കണക്ഷനിൽ 415 വോൾട്ട്, സിംഗിൾ ഫേസിൽ 230. ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ കേബിൾസ് എന്തൊക്കെയാണ്? ലൈക്ക് വാട്ട് ടൈപ്പ് ഓഫ് കേബിൾസ് ആർ വി യൂസിങ്? ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ ഓവർഹെഡ് കേബിൾസും അണ്ടർഗ്രൗണ്ട് കേബിൾസും ഉപയോഗിക്കുന്നുണ്ട്. ഓവർഹെഡ് കേബിൾസിൽ നമ്മൾ അലൂമിനിയം കേബിൾസ് ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്.
കണക്ടിവിറ്റി കൂടുതൽ കോപ്പറിനാണെങ്കിലും അതിൻ്റെ ഒരു കോസ്റ്റിന്റെ കാര്യങ്ങളിൽ വരുമ്പോൾ ട്രാൻസ്മിഷനിൽ നമ്മൾ അലുമിനിയം കേബിൾസ് ഉപയോഗിക്കുന്നു. അണ്ടർഗ്രൗണ്ട് കേബിൾസിൽ പ്രൊട്ടക്ഷൻ സേഫ്റ്റി പ്രകാരം അണ്ടർഗ്രൗണ്ട് കേബിൾസിൽ ഉപയോഗിക്കുന്നത് അത് XLP കേബിൾസ് ആയിരിക്കും, പോസ്റ്റ് ലിങ്ക്ഡ് പോളി എത്തിലീൻ കേബിൾസ്. ഡിസ്ട്രിബ്യൂഷൻ ബോർഡിന്റെ പേർപ്പസ് എന്തൊക്കെയാണ്? ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻകമിംഗ് കണക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലേക്ക് വരുന്നു. അവിടെ നിന്ന് നമ്മുടെ എല്ലാ ഔട്ട് ഗോയിങ്സും, അതായത് ലൈറ്റ് ലോഡിലേക്കുള്ള, പവർ ലോഡിലേക്കുള്ള എല്ലാ ഔട്ട് ഗോയിങ്സും അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. അവിടെ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാൻ മെയിൻ കണക്ഷന് മെയിൻ സപ്ലൈനെ സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ MCBs ഇൻഡിവിജ്വൽ സർക്യൂട്ട്സിനെ സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൽ പ്രൊട്ടക്ഷൻസ് ഉണ്ട്. ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന്റെ മെയിൻ റോള് വഹിക്കുന്ന പാർട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഈ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിന്റെ തന്നെ എന്തൊക്കെയാണ് ഡിഫറെന്റ് കോമ്പണൻസ് പറയുന്നത്? ബോർഡിൽ അതിന്റെ ഫ്രെയിം ഉണ്ടായിരിക്കും, മെറ്റൽ ബോഡി ഉണ്ടായിരിക്കും. ഇതിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് LCB അല്ലെങ്കിൽ RCCB അല്ലെങ്കിൽ RCBO MCCBs ഉണ്ടായിരിക്കും. അതുപോലെ MCBs ഉണ്ടായിരിക്കും, ഔട്ട് ഗോയിങ്സിന് വേണ്ടിയിട്ടുള്ള MCBs ഉണ്ടായിരിക്കും. പിന്നെ ന്യൂട്രൽ ലിങ്ക് ഉണ്ടായിരിക്കും, എർത്ത് കണക്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരിക്കും. ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലെ സർക്യൂട്ട്സ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? ബോർഡിലെ സർക്യൂട്ട്സിനെ ഡിവൈഡ് ചെയ്യുന്നത് ലൈറ്റ് ലോഡ്, പവർ ലോഡ് എന്ന് പറഞ്ഞിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ലൈറ്റ് ലോഡിന് ബ്രേക്കേഴ്സ് 6 ആംപിയറിന്റെ 10 ആംപിയേഴ്സിന്റെ ബ്രേക്കേഴ്സ് വെച്ചിട്ട് ലൈറ്റ് ലോഡിനെ നമ്മൾ സപ്ലൈ ചെയ്യും. പവർ ലോഡ്സിൽ നമുക്ക് 16 ആംപിയർ ടു 16 ആംപിയറിന്റെ ബ്രേക്കർ, 20 ആംപിയറിന്റെ ബ്രേക്കർ, 32 ആംപിയറിന്റെ ബ്രേക്കർ വെച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതുപോലെ GCC സിസ്റ്റത്തിലൊക്കെ സെപ്പറേറ്റ് ELCBs കൊടുക്കും, അല്ലെങ്കിൽ സെപ്പറേറ്റ് സെക്ഷൻ ആക്കിയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യും. ലൈറ്റ് സെക്ഷന് വേണ്ടിയിട്ട് ഒരു സെക്ഷൻ, അതിനൊരു സെപ്പറേറ്റ് ELCB ഉണ്ടായിരിക്കും. പവർ സെക്ഷന് വേണ്ടിയിട്ട് ഒരു സെക്ഷൻ. ഇവിടെയൊക്കെ 30 മില്ലി ആംപിയർ ഫോർ പവർ, 100 മില്ലി ആംപിയർ ഫോർ ലൈറ്റ് സിസ്റ്റം. അങ്ങനെയാണ് GCCയിലൊക്കെ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. നമുക്ക് KCB എന്നൊക്കെ വരുന്ന ഇലക്ട്രിസിറ്റിന്റെ കണക്ഷൻസ് നമ്മുടെ ബിൽഡിംഗിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ് ഹിഡൻ ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്നത്? നോർമലി നമ്മൾ ഉപയോഗിക്കുന്നത് ഓവർഹെഡ് സിസ്റ്റം ആണ്. അതായത് നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡ് അവരുടെ ഇലക്ട്രിക്കൽ പോളിൽ നിന്ന് ഓവർഹെഡ് ആയിട്ടായിരിക്കും കണക്ഷൻസ് തരും, കേബിൾ വെച്ചിട്ട്. അത് വിസിബിൾ ആയിരിക്കും. അതിന് ഡിഫിക്കൽട്ടീസും ഉണ്ട്. പക്ഷേ നമ്മുടെ സിസ്റ്റം ഓൾമോസ്റ്റ് 50 years ആയിട്ട് അതും വർക്ക്ഔട്ട് ആവുന്നുണ്ട്. പക്ഷെ റീസെന്റ് ഒക്കെ ആയിട്ട് നമ്മുടെ പ്രോജക്ട്സുകളിൽ അത് ഹൈഡ് മീൻസ്, അതായത് കേബിൾ നമ്മുടെ അണ്ടർഗ്രൗണ്ട് കേബിൾസ് ഉപയോഗിച്ചിട്ട് ട്രഞ്ച് എടുത്തിട്ട് ഉള്ളിലൂടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം വർക്ക്ഔട്ട് ആവുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി കോസ്റ്റ് ആണ്, പക്ഷെ അത് നമുക്ക് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് വരുന്നത്, അതായത് പോളിൽ നിന്ന് വരുന്നതൊന്നും നമുക്ക് അത് വിഷ്വലി കാണാൻ കഴിയില്ല. അണ്ടർഗ്രൗണ്ടിലൂടെ ആയിരിക്കും അത് വരിക. GCCയിലും യൂറോപ്യൻ കൺട്രീസിലൊക്കെ അതാണ് പ്രൊമോട്ട് ചെയ്യുന്നതും യൂസ് ചെയ്യുന്നതും. ഓക്കെ, സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്? ബ്രേക്കർ, അതായത് ആ വേർഡിൽ തന്നെ അത് സിമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യുക. അതായത് നമ്മളുടെ ഒരു എൻഡ് പോയിന്റിലേക്ക് റെസിഡൻഷ്യൽ പ്രോജക്റ്റിൽ നമ്മൾക്കൊരു ലൈറ്റ് ലോഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പവർ ലോഡ് ഉണ്ടെങ്കിൽ ആ വയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് സർക്യൂട്ട് ബ്രേക്കറിൽ നിന്നാണ്. സർക്യൂട്ട് ബ്രേക്കറിൽ നിന്ന് സ്വിച്ചിലൂടെയാണ് നമ്മുടെ എൻഡ് പോയിന്റിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വിച്ചിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഡിവൈസ് ആണ് സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, മെയിൻ സർക്യൂട്ട് ബ്രേക്കർ ട്രിപ്പ് ഓഫ് ആവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? MCBയുടെ ഫുൾ ഫോം ആണ് മെയിൻ MCB, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. അത് ഇലക്ട്രിക്കൽ അപ്ലയൻസസിനെ പ്രൊട്ടക്ട് ചെയ്യാണ്. ഓവർലോഡിൽ നിന്നും ഷോർട്ട് സർക്യൂട്ടിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാണ് അത് ചെയ്യുന്നത്. ആക്ച്വലി അതായത് ഓവർലോഡ് വന്നു കഴിഞ്ഞാലോ ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞാലോ
ആ സിസ്റ്റം MCB ഓട്ടോമാറ്റിക് ആയിട്ട് ട്രിപ്പ് ആയിട്ട് നമ്മുടെ അപ്ലയൻസസിനെ സേവ് ആകും. ഓക്കെ സർ, ഇപ്പോ ഷോർട്ട് സർക്യൂട്ടിനെ പറ്റി പറഞ്ഞിരുന്നു. എന്താണ് ഷോർട്ട് സർക്യൂട്ട് ആൻഡ് ലൈക്ക് ഹൗ ഡസ് ഇറ്റ് ഹാപ്പൻ? ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുന്നത് ഓവർലോഡ് വരുമ്പോൾ, അതായത് ഓവർ കറണ്ട് വരുന്ന സമയത്താണ് മെയിൻ ആയിട്ട് ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുന്നത്. നമ്മുടെ ഇടിമിന്നലൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ കറണ്ട് പാസ് ചെയ്തിട്ടാണ് ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുന്നത്. ഓക്കെ, ഷോർട്ട് സർക്യൂട്ട് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡേഞ്ചർ എന്താണ്? ഷോർട്ട് സർക്യൂട്ട് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന്റെ നോർമൽ കറണ്ടിന്റെ ഒക്കെ 100 times, മോർ ദാൻ 100 times ഒക്കെ പാസ് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ഷോക്ക് അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഷോർട്ട് സർക്യൂട്ട് വരുന്ന സമയത്ത്. അപ്ലയൻസസിലൊക്കെ അതുപോലെ അപ്ലയൻസസിനൊക്കെ പൊട്ടിത്തെറിക്കാനും അതിനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. ഡാമേജ് ആവാനുള്ള സാധ്യത TV യൂണിറ്റ്, റെഫ്രിജറേറ്റർ, കിച്ചൺ എക്യുപ്മെന്റ്സ് ഇതുമായിട്ട് വർക്ക് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഷോക്ക് വരാനുള്ള സാധ്യത. ഓക്കെ, ഷോർട്ട് സർക്യൂട്ട് എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യാൻ പറ്റുക? ഷോർട്ട് സർക്യൂട്ട് അവോയ്ഡ് ചെയ്യാൻ നമ്മുടെ എക്യുപ്മെന്റ്സ്, നമ്മുടെ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ നമ്മുടെ MCBസും നമ്മുടെ ELCBs എല്ലാം ഉപയോഗിക്കുമ്പോൾ അതിന്റെ പ്രൊട്ടക്ഷൻ ഓൾറെഡി നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രോപ്പർ ആയിട്ടുള്ള റെഗുലേഷൻസ്, ഇൻസ്പെക്ടറേറ്റ് പറയുന്ന റെഗുലേഷൻസ് പറയുന്ന രീതിയിലുള്ള പ്രൊട്ടക്റ്റീവ് ഡിവൈസുകൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ ELCBs, RCBO, RCCB, MCCB, MCB ആ പ്രോപ്പർ റേറ്റിംഗിന് ഷോർട്ട് സർക്യൂട്ട് നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്ന രീതിയിലുള്ള പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഇതിനെ അവോയ്ഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, എന്തൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രിക്കൽ വയറിംഗ് സിസ്റ്റംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ വയറിംഗ് സിസ്റ്റം, ടി സിസ്റ്റം അല്ലെങ്കിൽ ജോയിന്റ് സിസ്റ്റം എന്നൊരു വയറിംഗ് സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ക്ലീറ്റ് വയറിംഗ്, ലൂപ്പ് വയറിംഗ്, പാറ്റേൺ വയറിംഗ്, ചേസിംഗ് ആൻഡ് കേപ്പിംഗ് എന്ന് പറഞ്ഞ വയറിംഗ്, ലഡ്ജീർ വയറിംഗ്, കോൺഡ്യൂട്ട് വയറിംഗ്. ഇത്ര വയറിംഗ് ആണ് മെയിൻ ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിൽ കോൺഡ്യൂട്ട് വയറിംഗ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ക്ലീറ്റ് വയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് സർ? ഇപ്പൊ മെൻഷൻ ചെയ്തിരുന്നല്ലോ. ക്ലീറ്റ് വയറിംഗ് സിസ്റ്റം അതായത് ഒരു വുഡ് ഒക്കെ വെച്ചിട്ട് ഒരു ഓപ്പൺ ടൈപ്പ് വയറിംഗ് ആണ് ക്ലീറ്റ് വയറിംഗ്. അത് ഫിസിക്കലി വിസിബിൾ ആയിരിക്കും. ഇൻസുലേറ്റഡ് വയറിനെ നമ്മൾ ഒരു വുഡോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പിൽ വെച്ചിട്ട് വിസിബിൾ ആവുന്ന രീതിയിൽ റൂട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് വയറിംഗ് സിസ്റ്റമാണ് ക്ലീറ്റ് വയറിംഗ് സിസ്റ്റം. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺഡ്യൂട്ട് വയറിംഗ്സ് ഏതൊക്കെയാണ്? കോൺഡ്യൂട്ട് വയറിംഗ്സ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോൺഡ്യൂട്ട് വയറിംഗ്സ് പറയുമ്പോൾ നമ്മൾ PVC കോൺഡ്യൂട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ GI കോൺഡ്യൂട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. PVC കോൺഡ്യൂട്ട് ഒക്കെ നമ്മൾ കൺസീൽഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് റെസിഡൻഷ്യൽ പ്രോജക്ട്സുകളിലും കൊമേഴ്ഷ്യൽ പ്രോജക്ട്സിലും. പിന്നെ ഫ്ലെക്സിബിൾ ടൈപ്പ് വയറിംഗ് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ലൈറ്റ് പോയിന്റിലേക്ക്, അതായത് നമ്മുടെ സ്ലാബിൽ നിന്ന് ലൈറ്റ് പോയിന്റിലേക്ക് ചിലപ്പോൾ ഫ്ലെക്സിബിൾ കോൺഡ്യൂട്ട് ചെയ്താൽ മതിയായിരിക്കും. GI കോൺഡ്യൂട്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ PVC ചെയ്തതിന് ശേഷം ഫ്ലെക്സിബിൾ കോൺഡ്യൂട്ട് ചെയ്താൽ മതിയായിരിക്കും. പിന്നെ അതുപോലെ റിജിഡ് മെറ്റൽ കോൺഡ്യൂട്ട് ഇതെല്ലാം വരുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് PVC കോൺഡ്യൂട്ട് വയറിംഗും GI കോൺഡ്യൂട്ട് വയറിംഗും അതുപോലെ ഫ്ലെക്സിബിൾ കോൺഡ്യൂട്ടിംഗ്. ഒരു കൺസ്ട്രക്ഷൻ സൈറ്റില് ഇലക്ട്രീഷ്യൻസും പ്ലംബേഴ്സും തമ്മിൽ എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്? അതൊരു കോർഡിനേഷൻ ആണ്. ഒരു പ്രോജക്റ്റ് എഞ്ചിനീയറിംഗ് സൈഡിൽ, ഇലക്ട്രിക്കൽ സൈഡിൽ MEP, മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ്, ഇതാണ് ആ സർവീസിനെ നമ്മൾ റീഡ് ചെയ്യുന്നത്, നമ്മൾ അതിനെ വിളിക്കുന്നത്. അവർ ഇന്ററാക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സിസ്റ്റവും ജോയിന്റ് വെഞ്ചർ ആയിട്ട് വർക്ക് ചെയ്യേണ്ടതാണ്.
ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന്റെ കൂടെ പ്ലംബിംഗ് സിസ്റ്റം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡ്രെയിനേജ് സിസ്റ്റം, വാട്ടർ സപ്ലൈ സിസ്റ്റം. വാട്ടർ സപ്ലൈ സിസ്റ്റത്തിൽ അവർക്ക് പമ്പുകളുടെ റിക്വയർമെന്റ്സ് ഉണ്ട്, പമ്പുകളുടെ പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇലക്ട്രിക്കൽ കേബിൾസ്, അതുപോലെ ഇലക്ട്രിക്കൽ ഐസൊലേറ്റേഴ്സ് എല്ലാം റൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ പ്ലംബറും ഇലക്ട്രീഷ്യനും കോർഡിനേറ്റ് ചെയ്തിട്ട് വർക്കിങ്ങിനനുസരിച്ച് പ്രൊസീഡ് ചെയ്ത് പോവാണ് സാധാരണ ഗതിയിൽ ചെയ്യുന്നത്. ഒരു ബിൽഡിങ്ങിലുള്ള കേബിൾ ട്രെയിന്റെ റോൾ എന്താന്ന് ഒന്ന് ബ്രീഫ് ചെയ്യും. പ്രോജക്ട്സിൽ MEP പ്രോജക്ട്സിൽ കേബിൾ ട്രൈ, GI കേബിൾ ട്രൈസ് ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിന്റെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേബിൾസിനെ റൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേബിൾ ട്രൈസ് ഉപയോഗിക്കുന്നത്. GCCയിലൊക്കെ കേബിളുകളുടെ സൈസ് നോക്കിയിട്ട് കേബിൾ ട്രേ ഡിസൈൻ ചെയ്തിട്ട് കേബിൾ റോഡിലേക്ക്, നമ്മുടെ സ്ലാബിലേക്ക് കേബിൾ റോഡിലൂടെ കേബിൾ ട്രെയിനെ റൂട്ട് ചെയ്ത് കൊണ്ടുപോകും. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ ഇലക്ട്രിക്കൽ റൂമിൽ നിന്ന്, പാനൽസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടേക്കാണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊണ്ടുപോകേണ്ടത് ആ റൂട്ട് വരെ കേബിൾ ട്രെയിനെ റൂട്ട് ചെയ്ത് കൊണ്ടുപോകും. അതിലൂടെ കേബിൾസിനെ ലേ ചെയ്ത് കൊണ്ടുപോകും. ഫ്യൂച്ചർ മെയിൻ്റനൻസിന്, അതുപോലെ ഫ്യൂച്ചർ വർക്കുകൾക്കെല്ലാം ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കും. അതുപോലെ പ്രൊവിഷൻസ്, അതായത് ഒരു 20% പ്രൊവിഷനൊക്കെ കേബിൾ ട്രേയില് സാധാരണഗതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് ഫ്യൂച്ചർ വർക്കുകൾക്ക് വേണ്ടി. ഓക്കെ, നമ്മുടെ സബ്സ്റ്റേഷൻ എന്താണ്, സബ്സ്റ്റേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ. സബ്സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഒരു ഫോമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സബ്സ്റ്റേഷൻ പലതരത്തിലുള്ള സബ്സ്റ്റേഷനുകളുണ്ട്. ജനറേറ്റിംഗ് സ്റ്റേഷനിൽ സബ്സ്റ്റേഷൻ ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ വരുന്ന സമയങ്ങളിൽ സബ്സ്റ്റേഷൻ വരും. നമ്മുടെ KSCBയുടെ ഒക്കെ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഒക്കെ പറയുകയാണെങ്കിൽ 33 kV, 66 kV, 110 kV, 220 kV രീതിയിലുള്ള സബ്സ്റ്റേഷനുകളുണ്ട്. അവിടെ അതായത് ഗ്രിഡായിട്ടും ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്തിട്ട് റൂട്ട് ചെയ്തിട്ട് സബ്സ്റ്റേഷനിൽ എത്തുന്നു. സബ്സ്റ്റേഷനിൽ നിന്നാണ് ഓരോ ഏരിയകളിലേക്ക് ഡിവൈഡ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റിനെ പാസ് ചെയ്യുന്നത്, ഓരോ ഏരിയ തിരിച്ചിട്ട്. ചില പ്രോജക്ട്സുകളിലൊക്കെ നമുക്ക് സബ്സ്റ്റേഷന്റെ റിക്വയർമെന്റ്സ്, ഒരു KW റേഞ്ചിന്റെ മുകളിലേക്ക് നമ്മുടെ പവറിന്റെ റിക്വയർമെന്റ് വരികയാണെങ്കിൽ ഒരു പ്രോജക്ട്സിൽ സബ്സ്റ്റേഷൻ വേണമെന്നില്ല റൂൾ വരും. GCCയിലൊക്കെ കമ്മ്യൂണിറ്റി പ്രോജക്ട്സുകളൊക്കെ ചെയ്യുന്ന സമയത്ത് സബ്സ്റ്റേഷന്റെ റിക്വയർമെന്റ് കണ്ടിട്ടുണ്ടാകും. അവിടെ നമുക്ക് 3 റൂമുകൾ ഉണ്ടായിരിക്കും. സബ്സ്റ്റേഷന്റെ HV സൈഡ് റൂമും, LV സൈഡ് റൂമും, ഇത് കഴിഞ്ഞ ജനറേറ്റർ റൂം. സബ്സ്റ്റേഷൻ HV സൈഡ് റൂമില് ആ കമ്പനി, അതായത് ആ ഗവൺമെന്റ് അതോറിറ്റിക്കായിരിക്കും അതിന്റെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള റെഗുലേഷൻസ്. അവരായിരിക്കും അതിന്റെ കീ വരെ അവരായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവരുടെ പോർഷനിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവിടെ ഒരു ട്രാൻസ്ഫോമർ വെച്ചിട്ട് ആ ട്രാൻസ്ഫോമറിൽ അവരുടെ പ്രൈമറി കണക്ഷനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ റിക്വയർമെന്റിലേക്ക് ഉള്ള സെക്കൻഡറി കണക്ഷനിലേക്ക് ട്രാൻസ്ഫോമറിന്റെ ഔട്ടിൽ നിന്ന് നമ്മുടെ റിക്വയർമെന്റിലേക്ക് കണക്ഷൻ തരും. അവിടെ മെയിനായിട്ട് ചൂസ് ചെയ്യേണ്ടത് ഒരു ബാരിയർ, അതായത് ഒരു 1.5 മീറ്റർ ബാരിയർ ഒക്കെ പ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ കേബിളുകൾ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കേബിൾ ട്രഞ്ചുകൾ കൺസിഡർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ ട്രാൻസ്ഫോമറിന് ലൂവർ ഡോർസുകൾ, സബ്സ്റ്റേഷനിൽ ഹീറ്റിംഗ് കപ്പാസിറ്റി കുറയ്ക്കാനായിട്ട് വേണ്ടിയിട്ട് ലൂവർ ഡോർസുകൾ വേണ്ടി. അതുപോലെ ലൈറ്റ് പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യാൻ പറയും. സേഫ്റ്റിയുടെ കാര്യങ്ങൾ അതിൻ്റെ കൂടെ ഓപ്പണായിട്ട് വരാം. ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ വരുന്ന കേബിൾസ് ഒരു ബിൽഡിംഗിൽ എത്തുമ്പോൾ എങ്ങനെയാണ് ടെർമിനേറ്റ് ചെയ്യുന്നത്? പ്ലാന്റ്സ് ഉപയോഗിച്ചിട്ടാണ് കേബിൾസിനെ ടെർമിനേറ്റ് ചെയ്യുന്നത്. കേബിൾ പ്ലാന്റ് ഉണ്ട്, അത് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കിൽഡ് ടെക്നീഷ്യൻ തന്നെ ഉണ്ടായിരിക്കും. അവര് പ്രത്യേക ഗ്ലൗ ഒക്കെ ധരിച്ച് കേബിള് കട്ട് ചെയ്തിട്ട് കേബിൾ ടെർമിനേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലേക്കാണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിന്റെ ഇന്നിലേക്ക്, അല്ലെങ്കിൽ LV പാനലിൽ നിന്നാണെങ്കിൽ LV പാനലിന്റെ ഔട്ടിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ട്. അപ്പൊ ഒരു കേബിളിൽ 2 പ്ലാന്റിങ് ഉണ്ടായിരിക്കും. ഇന്നൊരു പ്ലാന്റിങ്, ഔട്ടിലൊരു പ്ലാന്റിങ്. ലൈറ്റിംഗ് സർക്യൂട്ട് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് ഒരു ബിൽഡിംഗിന്റെ? ലൈറ്റിംഗ് സർക്യൂട്ട്, ഒരു ലൈറ്റ് സർക്യൂട്ടില് മാക്സിമം 800 വാട്ട്സ് ആണ് നമ്മുടെ KSCB അക്സെപ്റ്റ് ചെയ്യുന്നത്.
ഒരു ലൈറ്റിന് 100 വാട്ട് വെച്ച് കൺസിഡർ ചെയ്യണമെങ്കിൽ 8 ലൈറ്റ്. അതാണ് ലൈറ്റ് സർക്യൂട്ടിൽ പറയുന്നത്. CCയിൽ 800 to 1000 വാട്ട് വരെ ഒരു ലൈറ്റ് സർക്യൂട്ടിൽ അക്സെപ്റ്റബിൾ ആണ്. ഇവിടെ ലൈറ്റ് സർക്യൂട്ടിന് ഉപയോഗിക്കുന്നത് 1 mm² വയർ അല്ലെങ്കിൽ 1.5 mm² വയറാണ് ലൈറ്റ് സർക്യൂട്ട്. 3-phase പവർ സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി? പറയുന്നത് RYT, റെഡ്, യെല്ലോ, ബ്ലൂ, പിന്നെ ന്യൂട്രൽ, എർത്ത്. പിന്നെ 4+1 വയേഴ്സ് ഉണ്ടായിരുന്നു. 3 phase എന്ന് പറയുമ്പോൾ 3 phase പ്ലസ് ന്യൂട്രൽ പ്ലസ് എർത്ത്. അതായത് 450 വോൾട്ട് ആയിരിക്കും വരുന്നത്. ഫേസ് 3 ഫേസിൽ നിന്ന് കണക്ഷൻ വരുന്നു. ഒരു ഫേസിലെ വോൾട്ടേജ് കട്ടായാൽ പോലും നെക്സ്റ്റ് ഫേസിൽ നിന്ന് വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, യൂസ് ചെയ്യാൻ കഴിയും. ഫേസ് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുന്ന ടൂൾസ്, എക്യുപ്മെന്റ്സ് എല്ലാം ഉണ്ട്. അത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ സെറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു ഫേസിൽ പോയി കഴിഞ്ഞാൽ അടുത്ത ഫേസിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് കറണ്ട് എടുക്കാം. അല്ലെങ്കിൽ ആ ഫേസിൽ പോയി കഴിഞ്ഞാൽ തേർഡ് ഫേസിൽ നിന്ന് നമുക്ക് കറണ്ട് എടുക്കാൻ കഴിയും. പക്ഷെ നോർമലി ഒരു 5 kW വരെ സിംഗിൾ ഫേസ് കണക്ഷൻസ് ആണ് KCBയിലൊക്കെ നമ്മുടെ കേരളത്തിലെ പ്രോജക്ട്സുകളിലുള്ള. ഇന്ത്യയിലെ പ്രോജക്റ്റുകളെല്ലാം 5 kW വരെ സിംഗിൾ ഫേസ് കണക്ഷൻ എടുത്തിട്ടുണ്ട്. 5 kW മുകളിൽ പോയി കഴിഞ്ഞാൽ റോഡുണ്ട് സിംഗിൾ ഫേസ് കണക്ഷനിലേക്ക് പോകണം. അത് ക്ലയന്റിന്റെ റിക്വയർമെന്റ് ആണ്. നമ്മുടെ റിക്വയർമെന്റ്സിന് അനുസരിച്ച് നമുക്ക് ഒരു സിംഗിൾ ഫേസ് മതി എന്നുണ്ടെങ്കിൽ നമ്മളത് റിക്വസ്റ്റ് ചെയ്യുന്നു. ഫേസ് ആകുമ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റി കൂടുതലാണ്. ഫേസ് കട്ടായാൽ പോലും അടുത്ത ഫേസിൽ നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടാനുള്ള പോസിബിലിറ്റി. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് വരാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനോടും ലൈക് ഫ്രഷേഴ്സിനോടൊക്കെ എന്താണ് ടിപ്സ് ആയിട്ട് കൊടുക്കാനുള്ളത്? ഫീൽഡിന്റെ സാധ്യത, അതായത് നമ്മളൊരു കാലഘട്ടത്തിനെ കുറിച്ച് പറയുന്നത് സിവിൽ ഡ്രോയിങ്സ് ഒക്കെ ഒരു പ്ലാൻ, അതായത് നമുക്കൊരു കൺസ്ട്രക്ഷൻ വീട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിവിൽ ഡ്രോയിങ് വരയ്ക്കേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നത് മാറി ആർക്കിടെക്റ്റിലേക്ക് വന്നു. ഒരുപാട് 3D ഡിസൈൻസും കാര്യങ്ങളൊക്കെ വന്നു. ഇന്റീരിയർ ലേഔട്ടിലേക്ക് വന്നു. ആ ഒരു സാഹചര്യം കൂടിയ സമയത്ത് ഈവൻ കേരളത്തിൽ പോലും MEP ഡ്രോയിങ്ങിന്റെ സാധ്യത അത്രയും കൂടിയിരിക്കുകയാണ്. അതായത് ചെറിയൊരു 2000 സ്ക്വയർ ഫീറ്റിന്റെ പ്രോജക്റ്റിൽ പോലും MEP ഡ്രോയിങ്സ് ചെയ്യണമെന്നുള്ളത്, ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ് ചെയ്യണമെന്നുള്ളത്, ഇന്റീരിയർ ആയിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് ഡ്രോയിങ്സ് ചെയ്യണം എന്നുള്ളത് സാധ്യത. മദർ ഓഫ് എഞ്ചിനീയറിംഗ് സിവിലാണ്. അതിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീൽഡാണ് ഇലക്ട്രിക്കൽ. തീർച്ചയായിട്ടും നെക്സ്റ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലേക്കും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആയിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഒരുപാട് കമ്പോണൻസ് ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലേക്ക് വരുന്നുണ്ട്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ സ്റ്റെപ്പ് ലൈറ്റ്, നമ്മൾ സ്റ്റെപ്പ് കയറി പോകുന്ന സമയത്ത് ലൈറ്റ് ഉണ്ടാവുന്നു. അതുപോലെ നമ്മുടെ ഹാൻഡ് വാഷ് ചെയ്യുന്ന സമയത്ത് ഹാൻഡ് കാണിച്ചു കൊടുക്കുന്നത് വാട്ടർ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നു. അതുപോലെ നമ്മുടെ മോട്ടോർ ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട് ഓഫ് ആവുന്നു വാട്ടർ വെള്ളം നിറഞ്ഞു കഴിഞ്ഞു. സംവിധാനങ്ങളൊക്കെ ഇലക്ട്രിക്കലിന്റെ കൂടെ ചെറിയൊരു ഇലക്ട്രോണിക്സ് കമ്പോണന്റ് കൂടി ആഡ് ചെയ്ത് വരും. അപ്പൊ ഈ ഒരു ഫീൽഡില് ടെക്നോളജി ഡെവലപ്പ് ആവുന്നു. അതിന്റെ കൂടെ ഇതിന്റെ സാധ്യതകള് ഹൈ എൻഡായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ പ്രോജക്ട്സ് മോർ ദാൻ 140 പ്രോജക്ട്സ് കാർഷിക് ചെയ്യാൻ കഴിയും കേരളം. അപ്പൊ ഈ ഫീൽഡിലേക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് വന്ന് ഈ ഫീൽഡിനെ കുറിച്ച് പഠിച്ചിട്ട് ഇതിലേക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി മുന്നിലുണ്ട്. ഇവിടെ യൂറോപ്യൻ കൺട്രീസിലും GCCയിലൊക്കെ കൺസ്ട്രക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. അതിനെ ലൈറ്റപ്പ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ സൈഡ് തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ 100% ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ടാവും. ഫ്യൂച്ചറിൽ ഒരു ഓൺ ഫേമിനെ കുറിച്ചൊക്കെ ചിന്തിക്കാവുന്ന കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. സാറിനുമായിട്ടുള്ള ഈ ഒരു ഇന്ററാക്ഷൻ സെഷൻ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ ഒരുപാട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം സർ. നമ്മുടെ ഈ ഒരു ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സെഷൻ എല്ലാവർക്കും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ.